ഡിസൈനിങ് ഫീൽഡിലുള്ളവർക്കും അല്ലെങ്കിൽ ഡിസൈനിങ് ഫീൽഡിലേക്ക് കടന്നു വരാനിരിക്കുന്നവർക്കും ഉള്ളൊരു പ്രധാന ഡൗട്ടാണ് വരയ്ക്കാൻ അറിയണമെന്നുള്ളത്. ഒരു പക്ഷേ വരയ്ക്കാൻ അറിയണമെന്നുള്ള ചിന്ത കൊണ്ട് മാത്രം ഈ ഫീൽഡിൽ നിന്ന് മറ്റു ഫീൽഡിലേക്ക് മാറി ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിസൈനിങ് ഫീൽഡിലോട്ട് കടന്നു വരാനിരിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതലുള്ളൊരു ഡൗട്ടാണ് വരയ്ക്കാൻ അറിയണമെന്നുള്ളത്. ഒരു പക്ഷേ ഈ ഒരു ഫീൽഡിൽ ജോലി നോക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ പറ്റി ചിന്തിക്കുന്നവർ തന്നെ ആദ്യമേ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം തന്നെ വരയ്ക്കാൻ അറിയണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾ കൂടുതലും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ, കോറൽ ഡ്രോ പോലുള്ള സോഫ്റ്റ്വെയറിൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പക്ഷേ കൂടുതലും ലോഗോ ഡിസൈനിങ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും വരയ്ക്കാൻ അറിയേണ്ടതായിട്ടുള്ളത്. ചെറിയൊരു ഡിസൈൻ നമ്മുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവരെ വരച്ച് കാണിക്കേണ്ട ഒരു ഫീൽഡാണ് ഫാഷൻ ഡിസൈനിങ് പോലുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാഷൻ ഡിസൈനിങ്ങിൽ ചിലപ്പം ഒരു മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ലയൻറ്റ് പറഞ്ഞു തരുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. അങ്ങനെ പല ഇത് വരുമ്പോൾ അത് അവരെ കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസൈൻ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് വരച്ചുണ്ടാക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനിങ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് കൂടുതൽ ലോഗോ ഡിസൈനിങ് അല്ലെങ്കിൽ ബ്രൗഷർ ഡിസൈനിങ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനിങ് അങ്ങനെയുള്ള ഒരു ഫീൽഡിൽ ഒരിക്കലും വര നിർബന്ധമായിട്ടൊന്നുമില്ല. അപ്പോൾ കൂടുതലും ലോഗോ ഡിസൈനിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. സ്കെച്ച് ചെയ്യാനായിട്ട് അത് മൊത്തമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് വെക്കുന്നു. അത് നമ്മൾ ഒന്നെങ്കിൽ വരച്ച് വെക്കുന്ന പേപ്പർ നമ്മൾ സ്കാൻ ചെയ്ത് സിസ്റ്റത്തിലോട്ട് കയറ്റിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ വരയ്ക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ പല രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയ സ്കെച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വരയ്ക്കാൻ നമ്മുടെ മനസ്സിൽ നമുക്ക് വേണ്ടി മാത്രം ഒന്ന് വരയ്ക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ മാത്രമുള്ളൊരു കുഞ്ഞു വര, അതായത് അത്ര പെർഫെക്റ്റ് വര എന്നൊന്നുമല്ല, ജസ്റ്റ് കുഞ്ഞായിട്ടൊന്ന് വരയ്ക്കാൻ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ലതാണ്. ഒരു പക്ഷേ അത്ര പെർഫെക്റ്റ് വരെയൊന്നും ഈ ഒരു ഫീൽഡിൽ ആവശ്യമേ ഇല്ല. ജസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് സ്കെച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഡ്രോയിങ്. ഫോട്ടോഷോപ്പിൽ, ഇല്ലുസ്ട്രേറ്ററിലൊക്കെ നമ്മൾ കൂടുതൽ ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്ന കൂടുതൽ ഇല്ലുസ്ട്രേറ്റർ പോലുള്ള സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ പെൻഡൂൾ, അതായത് നമ്മൾ കൈകൊണ്ട് പെൻഡൂൾ വരയ്ക്കാനായിട്ടൊക്കെ പാടായിരിക്കും. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നവരെ സംബന്ധിച്ച് കൈ ഉപയോഗിച്ച് മൗസിൽ നമുക്ക് വരയ്ക്കാനായിട്ട് ആങ്കർ പോയിന്റ് എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ ആങ്കർ പോയിന്റ് കറക്റ്റായിട്ട് വെക്കാനായിട്ടൊക്കെയുള്ള ഒരു ഡൗട്ട് കൂടുതലായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പെൻഡൂളിൻ്റെ. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെട്ടു എന്നൊക്കെ. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് പെൻഡൂൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് പെൻഡൂൾ നിങ്ങൾക്ക് പാടാണ് എങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പെൻഡൂൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഇല്ലുസ്ട്രേറ്ററിലും ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന പോലെയല്ല ഇല്ലുസ്ട്രേറ്ററിൽ പെൻഡൂൾ ഉപയോഗിക്കുന്നത്. വരയ്ക്കുന്ന ഫ്ലോ എല്ലാം ഏകദേശം ഒരുപോലെയാണെങ്കിലും നമ്മൾ ആങ്കർ പോയിന്റ് ഒക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ കൂടുതൽ എങ്ങനെയാണ് വര ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രധാന ഡൗട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണമെന്നുള്ളതാണ്. അതൊരു പക്ഷേ അങ്ങനത്തെ ഡൗട്ട് ഈ ഒരു ഫീൽഡിൽ വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരാനിരിക്കുന്നവർക്കുള്ളൊരു മറ്റൊരു ഡൗട്ടാണ് എല്ലാ സോഫ്റ്റ്വെയറും മറ്റും അറിയണോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഏത് സോഫ്റ്റ്വെയറാണ് കൂടുതൽ നമുക്ക് അറിയേണ്ടതെന്നൊക്കെ ഉള്ളത്. ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു ഡൗട്ടും വേണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കൂടുതൽ അറിയാമെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വളരെയധികം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തുള്ള നോളജ് കൂട്ടി വെക്കുക. ഇപ്പോൾ ഫോട്ടോഷോപ്പ് മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്ത് നന്നായി പണം സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലുസ്ട്രേറ്റർ മാത്രം ഉപയോഗിച്ച് വെക്ടർ ഡിസൈൻ ചെയ്ത് ക്യാഷ് സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഏതൊരു സോഫ്റ്റ്വെയർ ആണോ നമുക്ക് അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ, അതായത് അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡിസൈനിങ് ആണ്. വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ കൂടുതലും അഡോബ് ഇല്ലുസ്ട്രേറ്റർ, അഡോബ് XD, ഫിഗ്മ പോലുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു വെബ്സൈറ്റ് ഡിസൈനിങ്ങിനെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് വരച്ചോ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കൊന്ന് ജസ്റ്റ് സ്കെച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അത് ഫുള്ള് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഷേപ്പൊക്കെ ഇട്ട് കൂടുതലും ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വെബ്സൈറ്റ് ഡിസൈനിങ്ങിലൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ അറിയേണ്ടത് കളറിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോണ്ട്. വര ഒരു പ്രധാനമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ വരയ്ക്കൊരു പ്രാധാന്യം ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
ഡിസൈനിങ്ങിലേക്ക് കടന്നു വരാനിരിക്കുന്നവരെ സംബന്ധിച്ചും വലിയൊരു പ്രശ്നമാണോ എന്ന് വിചാരിച്ചിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വലിയൊരു പ്രശ്നമേ അല്ല. ഈ ഒരു ഡിസൈനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോടും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് കടന്നു വരാനിരിക്കുന്നവരോടും ഒക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ഒരു ഫീൽഡിൽ വര ഒരു പ്രധാന ഘടകമല്ല. അപ്പം നിങ്ങൾ ഇനി ഈ ഒരു ഫീൽഡിൽ ജോലി നോക്കാനിരിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ്, ഒരുപാട് സാലറി കിട്ടുന്ന ഒരു മേഖലയാണ്. ചെറിയൊരു ക്രിയേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും എന്താണ് നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനിയും തുടർന്നും വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.